ഹരേ കൃഷ്ണ. ശ്രീലകത്ത് ഇന്ന് പൊന്നുണ്ണി ദാമോദരനായിട്ടാണ്. ഇത് ദാമോദര മാസമാണല്ലോ. ഇന്ന് പൊന്നുണ്ണി ദാമോദരനായിട്ട് ഉരുളിൽ കെട്ടിയിട്ട രൂപത്തിലാണ്. കയ്യിൽ ഓടക്കുള്ളുണ്ട്, കാലിൽ പൊൻതളകളുണ്ട്, പൊന്നരിഞ്ഞാണമുണ്ട്, മണികളോട് കൂടിയ പൊന്നരിഞ്ഞാണമുണ്ട്, പട്ടുകോണകം ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്, മാലകൾ ചാർത്തിയിട്ടുണ്ട്, മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്, വളയം പോലൊരു മാല ചാർത്തിയിട്ടുണ്ട്, പതക്കം പോലൊരു മാലയും ചാർത്തിയിട്ടുണ്ട്, മയിൽപ്പീലി ചൂടി കിരീടം വെച്ചിട്ടുണ്ട്, സ്വർണ്ണ ഗോപി ചാർത്തിയിട്ടുണ്ട്, കയ്യിൽ പൊൻവളകളുണ്ട്, തോൾവളകളുണ്ട്. എല്ലാം കൂടി ഇട്ട് സുന്ദര കുട്ടനായിട്ട് ഉരുളിൽ കുസൃതി കുറുമ്പനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കയ്യ് എളിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, മറുകൈയിൽ ഓടക്കുള്ളും പിടിച്ചിട്ടുണ്ട്. കണ്ണൻ്റെ അരിഞ്ഞാണത്തിലേ നിറയെ മണികളാണ്. കാൽത്തളകളും കാണാൻ നല്ല ചന്തമുണ്ട്. തോൾവളകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ കല്ല് പതക്കം വെച്ചിട്ടുള്ള തോൾവളകളാണ്. കളഭത്തിന് പുറത്താണ് സ്വർണ്ണഗോപി വെച്ചിരിക്കുന്നത്. കണ്ണും വിരിയൊക്കെ എഴുതി സുന്ദരക്കുട്ടനായിട്ട് അതിലൊക്കെ അങ്ങോട്ട് ഭംഗി കൂടുതൽ എനിക്ക് തോന്നുന്നത് ആ മയിൽപ്പീലിയാണ്. അതാണ് നമുക്കങ്ങോട്ട് ശ്രദ്ധ അങ്ങോട്ട് പിടിച്ചു പറ്റുന്നത്. ആ ഓമനത്തം തുളുമ്പുന്ന മുഖവും കാതിൽ കടുക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പൊന്നുണ്ണിയുടെ ആ രൂപം നിങ്ങൾ മാനസ പൂജ ചെയ്തേ. പാദം മുതൽ നിങ്ങൾ ഓരോരുത്തരും മാനസ പൂജ ചെയ്യൂ. പാദത്തീന്ന് അങ്ങോട്ട് തുടങ്ങട്ടെ. ആ സ്വർണ്ണത്തളകൾ ഇട്ട പാദം മുതൽ അരഞ്ഞാണം, കയ്യ്, മുഖം, ചെവി, കണ്ണ്, മൂക്ക്, ഓടക്കുഴല്, ആ ഉരല്, എത്ര ഭാഗ്യം ചെയ്ത ഉരലാണല്ലേ. മയിൽപ്പീലി, സ്വർണ്ണക്കിരീടം, സ്വർണ്ണഗോപി, അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങളിങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് മുകളിലോട്ട്, തഴയുന്ന മുകളിലോട്ട് അങ്ങോട്ട് ഒരു മാനസ പൂജ ചെയ്തേ. നമ്മുടെ പൊന്നുണ്ണിയെ നമ്മൾ തളകളണിയിക്കുന്നു, വളകളണിയിക്കുന്നു, മാലകളണിയിക്കുന്നു, അരിഞ്ഞാണം ചാർത്തുന്നു, പട്ടുകോണകം മുടിപ്പിക്കുന്നു, ഓടക്കുഴൽ നൽകുന്നു, ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യാണ്. ആരെ? നമ്മുടെ പൊന്നുണ്ണിയെ. മാനസ പൂജ എന്ന് പറഞ്ഞാൽ അതിനും വലിയ പൂജയില്ല. മനസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കുളിപ്പിച്ചൊരുക്കി സുന്ദരക്കുട്ടനെ കൊണ്ടു നിർത്തി ഇങ്ങനൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോൾ കയ്യിൽ അപ്പടി കുസൃതിയാ. അപ്പം എന്താ ചെയ്യുന്ന അമ്മ? ഉരലിൽ കെട്ടിയിടുകയാണ്. ദാമോദര മാസത്തിൽ നമ്മൾ ഭഗവാനെ ദാമോദരനായിട്ട് പൂജിക്കുന്നത് എങ്ങനെയാണ്? ഉരലിൽ കെട്ടിയിട്ട രൂപത്തിലാണല്ലോ. അതെല്ലാവർക്കും അറിയാലോ. പാദം, അര, മുഖം, മൊത്തത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ നെയ്വിളക്കിൽ പൂജ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ